നമ്മൾ നോമ്പ് തുടങ്ങി. സോ ഇനി അങ്ങോട്ടേക്ക് മൊത്തം പരീക്ഷണങ്ങളായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഓരോന്ന് ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തക്കാളി, സവാള അതൊക്കെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞു മേളമായിരിക്കും അങ്ങോട്ടേക്ക്. യെസ് ഗൈസ്, ഇന്ന് ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാൻ സത്യസന്ധമായ റിവ്യൂ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ പരീക്ഷണം തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയുടെ കുറവുണ്ട് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വെളുത്തുള്ളി ഇട്ടില്ല എന്ന് വെച്ചിട്ട് കറിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. അങ്ങനെ ആ വറ്റൽമുളകും അതുപോലെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. വഴറ്റിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അതുപോലെ ഇത് മറ്റേ സവാള അവരിനത് കാണിച്ചാൽ കരിഞ്ഞു പോയെങ്കിലും ഞാനത് ബ്രൗൺ കളറാകുന്നവരെയാണ് ചെയ്തത്. ഒത്തിരി കരിയിക്കാൻ നിന്നില്ല. അങ്ങനെ പിന്നെ തക്കാളി അതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് അതിൻ്റെ മാറ്റണം കേട്ടോ. ഞാൻ മേളിൽ വെച്ച് കൊട്ടിയതാണ്. അപ്പോൾ അതേ ഫോണിൽ പാടി താഴേക്ക് ഉരുണ്ട് വീണു. അതുകൊണ്ട് ഞാൻ വെച്ച് താഴെ ഇരുന്ന് കൊട്ടാണ്. അപ്പോൾ ഈ ഒരു ഇടിക്കല്ല് ഇവിടെ ഉണ്ടാകുന്ന രക്ഷപ്പെട്ട് ഗൈസ്. കാരണം എൻ്റെ സവാള അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കൈ കൊണ്ട് കുറച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അതാ ഇതിനകത്തിട്ട് നല്ലോണം ചതച്ചെടുത്തു കേട്ടോ. പിന്നെ എല്ലാം കൂട്ടിയിട്ട് ചതച്ചെടുത്തിട്ട് ഞാൻ അതിനകത്ത് ഉപ്പിടുന്നുണ്ട് ഗൈസ്. പക്ഷേ നിങ്ങൾ കാണിക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഇപ്പോൾ കാണിക്കാൻ പോലെ എനിക്ക് സത്യമായിട്ട് വായിൽ കൊതി വരുന്നത്. കാരണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. അത് മാത്രം മതി 2 ഗണ്ണം ചോറുണ്ടാവും. നോമ്പ് നോക്കണവരൊക്കെ ഈ വീഡിയോ എന്തായാലും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാനങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. കാരണം നാളെ ഞാൻ കഴിക്കാമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ അടിപൊളി മക്കളെ, ഒരു രക്ഷയില്ല. ചൂടൻ ചോറും ആ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ എന്താ അന്തസ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അതന്നെ ഞാൻ പറയും. തക്കാളി ഇഷ്ടപ്പെടുന്നവർക്ക് തക്കാളി, സവാളയും വറ്റൽമുളകും വെളുത്തുള്ളിയും മാത്രം മതി. എന്തായാലും ട്രൈ ചെയ്തൊക്കെ. അപ്പം ചേട്ടൻ